ടിക്കറ്റ് ടു ഫിനാലെ നൂറ നേടിയിരിക്കുകയാണ്. 56 പോയിന്റ്സുമായിട്ടാണ് നൂറ ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്തത്. സോ കൺഗ്രാറ്റുലേഷൻസ് നൂറ. അങ്ങനെ 8 ടാസ്കുകളുമായിട്ട് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ അവസാനിച്ചിരിക്കുകയാണ്. സോ ഒടുവിൽ 56 പോയിന്റ്സ് ആണ് നൂറ നേടിയത്. തൊട്ടുപുറകിൽ ആര്യനാണ്. ആര്യൻ 50 പോയിന്റ്സ് വീതമാണ്. 51 പോയിന്റ്സ് ആണ് ആര്യൻ നേടിയിട്ടുള്ളത്. സോ ഇവര് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല, ഇവർ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇവർ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് എല്ലാം കളിച്ചത്. അവർക്ക് ടിക്കറ്റ് ഫിനാലെ വേണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഒരു ടിക്കറ്റ് ഫിനാലെ ടാസ്ക് എല്ലാം ഇവർ കളിച്ചിട്ടുള്ളത്. മാത്രമല്ല നല്ല ടാസ്കുകളുമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല മനോഹരമായിട്ടുള്ള ടാസ്കുകളായിരുന്നു ഇപ്രാവശ്യം ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തത്. അപ്പം ഇന്നും 2 ടാസ്കുകളായിരുന്നു. അതിൽ ഒരു ടാസ്ക് നമുക്ക് കുറച്ച് മെമ്മറീസ് ഒക്കെ തരുന്ന ടാസ്ക്, സീസൺ 5ന്റെ മെമ്മറീസ് ഒക്കെ തരുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, കാർ ടാസ്ക്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്? മാത്രമല്ല കിച്ചണിൽ പകൽ ഇന്ന് രാവിലെയും അടി ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടൊന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പം ആദ്യം തന്നെ ടിക്കറ്റ് ഫിനാലയുടെ കാര്യം പറയാം. റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ്, എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ പറയാം. ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ ഒന്നും പറയാനില്ല, വളരെ ഗംഭീരമായിട്ടുള്ള ടാസ്കുകളായിരുന്നു. അവർക്ക് അത്യാവശ്യം പാടുള്ളതും അത് മാത്രമല്ല സിമ്പിൾ എല്ലാ രീതിയിലുള്ള ടാസ്കുകളും ഉണ്ടായിരുന്നു. നല്ല ടാസ്കുകളായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഏകദേശം അത്യാവശ്യം എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന രീതിക്ക്, എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാസ്കുകളായിരുന്നു. ഫിസിക്കൽ ടാസ്കുകളായിരുന്നു കൂടുതൽ വന്നിട്ടുള്ളത്. എനിവേ അവർ അത്ര നന്നായിട്ട് ടാസ്കുകളെല്ലാം അവർ നന്നായിട്ട് തന്നെയാണ് അവർ ചെയ്തത്. കുറച്ച് പേര് പുറകിലോട്ടായി പോയിട്ടുണ്ട്, ചിലർ മുന്നേറി വന്നിട്ടുണ്ട്, ചിലർ ഇങ്ങനെ മിഡിൽ പോസ്റ്റിൽ നിൽക്കുന്നുണ്ട്. എനിവേ അവർ നന്നായിട്ട് തന്നെ ടാസ്ക് ചെയ്തു. മാത്രമല്ല ഇവർക്ക് കൊടുത്ത ടാസ്കുകൾ അത് ഇപ്പം നല്ല അല്ലറ ചില്ലറ ടാസ്കുകളൊന്നും അല്ല ഇവർക്ക് കൊടുത്തത്. അത്യാവശ്യം നല്ല പണിയുള്ള ടാസ്കുകൾ തന്നെയാണ് കൊടുത്തത്. ബട്ട് ഓൾസോ കാണാൻ നല്ല രസമുള്ള ടാസ്കുകൾ തന്നെയാണ് ഇവർക്ക് കൊടുത്തത്. എൻഡ്യൂറൻസ് ടാസ്ക് ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഈ ടൈം മാനേജ്മെന്റ് ടാസ്കുകളും ഉണ്ടായിരുന്നു. അത് കുറഞ്ഞ ടൈമിൽ എടുക്കേണ്ട ടാസ്കുകളും കൂടുതൽ ടൈം എടുത്ത് വിൻ ചെയ്യുന്ന ടാസ്കുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇവര് കളിച്ചത്. അപ്പം സോ ആദ്യം തന്നെ നൂറയ്ക്ക് കൺഗ്രാറ്റുലേഷൻസ്. മാത്രമല്ല അവർ കളിച്ച ഒരു എഫേർട്ടിന് ഒരു കൺഗ്രാറ്റുലേഷൻസ് അവർക്കും ബാക്കിയുള്ള 8 കണ്ടസ്റ്റൻസിനും. നൂറ വിൻ ചെയ്തു, അത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും നല്ലൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പം നമുക്ക് എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് റിവ്യൂ ചെയ്യാം. അപ്പൊ മോർണിംഗ് സോങ് ആണ്. മോർണിംഗ് സോങ്ങിന് ശേഷം വെസലിന്റെ പേരും പറഞ്ഞ്, അതായത് വെസൽ ഇതുവരെ അവർ ക്ലീൻ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. അപ്പം മുതൽ അനീഷ് പറയാൻ തുടങ്ങിയതാണ്, നിങ്ങളൊരു മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങൾ ഷഫിൾ എന്ന് അനീഷ് പറയാൻ തുടങ്ങിയതാണ്. പക്ഷെ അനീഷിന്റെ വാക്കിന് ഒരു വില പോലും ഇവർ കൊടുക്കുന്നില്ല. പക്ഷെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു വിശദീകരണം തേടുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ അനീഷ് പറഞ്ഞതിന് കാര്യമുണ്ട്, ഒരു മീറ്റിംഗ് ഒക്കെ വിളിക്കുകയായിരുന്നു ഇവർക്ക്. ഇതിന് ശേഷമാണ് നമ്മുടെ പ്രൊമോയിൽ കണ്ട കണക്കുള്ള യോഗേർട്ടിന്റെ പേരിലുള്ള അടി തുടങ്ങുന്നത്. അത് യോഗേർട്ട് എന്നാണ്, തൈരിന്റെ പേരിലുള്ള അടി അങ്ങനെ പറയാം. എനിക്ക് യോഗേർട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് പറയാം. അപ്പം ഇത് തൈരാണോ എന്തോ സംഭവമാണ്. അപ്പം ഇതിന്റെ പേരിലുള്ള അടി. അപ്പം ഇവര് യോഗേർട്ട് നമ്മുടെ നൂറ വന്ന് എടുത്തു നോക്കുമ്പം അതിൽ പകുതിയും കാലിയായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇത് ബാക്കിയോടെ പോയി. അപ്പൊ ആര്യനും അക്ബർ കിച്ചണിൽ നിൽക്കുമ്പോൾ അവർക്ക് അത് അറിയില്ല. അപ്പൊ നൂറ വന്നിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട്, യോഗേർട്ട് എടുത്തോ? ഞാൻ പറഞ്ഞു ഞാൻ എടുത്തില്ല, ആര്യനും അക്ബറും അവിടെ കിടന്ന് കറങ്ങുന്നത് ഞാൻ കണ്ടു ഇന്നലെ എന്ന് പറഞ്ഞു. അപ്പം ഇത് ഇവിടെയാണ് സ്റ്റാർട്ടിങ്, ഇവിടെ തൊട്ട് അവിടെ വഴക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഇത് കുറവ് കണ്ടിട്ട് അത് ഇവര് പരസ്പരം അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം നെവിനോട് ചോദിക്കുമ്പം നെവിൻ എടുത്തു എന്ന് പറയുന്നുണ്ട്. യോഗേർട്ട് എടുത്തു, ഞാൻ എടുത്തു എന്ന് നെവിൻ പറയുന്നുണ്ട്. ആൻഡ് ഈ സമയം മുതല് നൂറ പോയിട്ട് എന്ത് ചെയ്യാണ്, ഫ്രിഡ്ജിൽ നിന്ന് യോഗേർട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ഫ്രിഡ്ജിൽ നിന്നല്ല, ആ യോഗേർട്ട് ഇങ്ങനെ കയ്യിലെടുക്കുകയാണ് നൂറ. അവിടെയാണ് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവര് യോഗേർട്ട് എടുത്ത് നൂറയുടെ കയ്യിൽ പിടിച്ചു വാങ്ങിക്കാനൊക്കെ അക്ബറും ആരെയും നോക്കുന്നുണ്ട്. അവിടെ വൻ ബഹളമാവുന്നു. അനീഷും എല്ലാരും, സാവുമാനും എല്ലാരും വരുന്നുണ്ട്. അപ്പൊ ഇത് ചോദിച്ചിട്ട് നൂറ പോയിട്ട് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഈ അക്ബറും ആരെയും പോയിട്ട് ഫ്രിഡ്ജ് അടയ്ക്കുമ്പോൾ നൂറയുടെ കൈ ഫ്രിഡ്ജിന്റെ ഇടയിലാകുന്നുണ്ട്. അങ്ങനെ അവിടെ പിടിയും വലിയുമായിട്ട് ഈ സൈഡ് പോർഷനിലെ ഗ്ലാസ് ഒക്കെ ഇളകി വരുന്നൊക്കെ ഉണ്ട്. ആൻഡ് അങ്ങനെ എന്താണ് അവിടെ വലിയൊരു വഴക്കുണ്ടാവുന്നുണ്ട്. ഇതിനുശേഷം
എന്ത് ചെയ്യാണ്, സാബുമാനും ആര്യനും തമ്മിൽ അതായത് യോഗയുടെ പേരിൽ അവിടെ സാബുമാനും ആര്യനും തമ്മിൽ ഒരു വൻ ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. സാബുമാൻ നല്ലതുപോലെ അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. കാരണം അത് പറയേണ്ട കാര്യം സാവുമാൻ മുഖത്ത് തൂക്കി പറയുന്നുണ്ട്, പറഞ്ഞത് തന്നെയാണ്. അത് ആര്യനും സാവുമാനും നല്ലൊരു ഫൈറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ കണ്ടത് നെവിനാണെങ്കിൽ ആ ബീൻ ബാഗിന്റെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നെവിൻ പറഞ്ഞു ഞാൻ എടുത്തു, യോഗോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും തന്നെ എടുത്തിട്ടില്ല എന്ന് നെവിൻ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ നെവിൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അക്ബറും ആര്യനും കൂടെ നെവിനെ പറയാം. അത് പക്ഷെ സത്യം പറഞ്ഞാൽ നെവിൻ തന്നെയാണ് പറഞ്ഞത് ഇനി കിച്ചണിൽ ആർക്ക് എന്ത് വേണേലും വന്ന് എടുക്കാമെന്ന് നെവിൻ തന്നെയാണ്, കിച്ചൺ ക്യാപ്റ്റൻ നെവിൻ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് വേണമെങ്കിൽ വന്ന് എടുക്കാമല്ലോ, അതിനെന്താ പ്രശ്നം? അതിന് ഇവർ തടയുന്നത് എന്തിനാ? സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നാളെ മിക്കവാറും എന്താണ് ലാലേട്ടന്റെ എപ്പിസോഡാണ്. ഇന്ന് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആരെ വിറ്റായെന്നൊന്നും അറിയുന്നില്ല. കാരണം ലീഗലി ഏഷ്യാനെറ്റ് ഇപ്പൊ മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആരും അങ്ങനെ എവിക്ഷന്റെ ഇത് അപ്ഡേറ്റ്സ് നേരത്തെ ഇടുന്നില്ല. അപ്പം ഈ എവിക്റ്റ് ആവുന്ന ആരും അറിയില്ല, നെവിന്റെ കാര്യം അറിയില്ല, ഒന്നും അറിയില്ല, എല്ലാം സസ്പെൻസ് ആണ്. നോക്കാം, പ്രമോയ്ക്കായിട്ട് വെയിറ്റിംഗ് ആണ്. ആൻഡ് ഇതിന്റെ അത് പറഞ്ഞു വന്നപ്പോഴാണ് ഇതിന്റെ ഇടയ്ക്ക് നെവിൻ അവിടെ കണ്ടോണ്ടിരിപ്പുണ്ട്. ആൻഡ് അനുമോള് അതിന്റെ അനീഷും എല്ലാരും കൂടെ അതിന്റെ ഇടപെടുന്നുണ്ട്. സൗമൻ നല്ലപോലെ വഴക്കവിടെ പറയുന്നുണ്ട്. ആൻഡ് ഈ സമയത്ത് കാരണം നെവിനെ സംബന്ധിച്ചിടത്തോളം നെവിൻ ഇനി ഒന്നും വരാനില്ല. നെവിനെ അനുഭവിക്കാൻ എല്ലാം അനുഭവിക്കാൻ നെവിൻ റെഡി ആയിട്ടിരിക്കുകയാണ്. വരുന്നത് വഴിയിൽ വെച്ച് കാണാന്ന് പറഞ്ഞ് നെവിൻ അങ്ങനെ ഇരിക്കുകയാണ്. അതായത് ചെയ്ത തെറ്റുകൾക്കെല്ലാം പുള്ളിക്കാരനെ അറിയാം. പുള്ളിക്കാരൻ നെവിൻ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ഇവർക്ക് അറിയാം. അതായത് നെവിന് തന്നെ അറിയാം. അപ്പം നെവിൻ ഇത് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു പേഴ്സണലി എടുത്ത് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇടയ്ക്ക് ചിലരൊക്കെ കമന്റ് ബോക്സിൽ നിന്ന് നെവിന് വേണ്ടി ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെവിൻ നന്നായിട്ട് ഈ ഗെയിം കളിക്കുന്നതൊക്കെ ഇതാണോ എന്നൊക്കെ പറഞ്ഞ് നെവിനെ കുറെ പേരെ വെള്ളം വീശ. പക്ഷെ ഗെയിം വേറെ, പേഴ്സണലായിട്ട് എടുക്കുന്നത് വേറെ, രണ്ടും വേറെയാണ്. പക്ഷെ നെവിൻ ഇവിടെ എടുക്കുന്നത് പേഴ്സണലായിട്ട് തന്നെയാണ്. അത് ഗെയിം നെവിൻ ഒന്നും ചെയ്യുന്നില്ല, എസ്പെഷ്യലി അനുമോളുള്ളത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, അനുമോളുടെ പേരും പറഞ്ഞ് ഏതോ ഒരു റിവ്യൂവർ ആണെങ്കിൽ പോയിട്ട് സോറി കേട്ടോ, ഏതോ ഒരു റിവ്യൂവർ ആണെങ്കിൽ ഇത് ഇൻസ്റ്റയിലും അത് യൂട്യൂബിലും ലാലേട്ടനെ വരെ തെറി വിളിച്ചുകൊണ്ട് ഇട്ടിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവരുടെ ആ ഒരു PR വർക്കാണോ എന്തോ, PR വർക്ക് അല്ലെന്നും പറഞ്ഞ ആ കണ്ടസ്റ്റന്റ് അനുമോളുടെ ഇൻസ്റ്റയിലെ മെയിൻ അക്കൗണ്ടിൽ നിന്നൊക്കെ സ്റ്റോറി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് എന്തിനാണ് ഈ ലാലേട്ടനെ വരെ തെറി വിളിച്ചിട്ട്? അതൊരു സ്ത്രീയാണ്, എന്തിനാണ് ഇങ്ങനെ ഇടുന്നത്? എന്തിന്റെ ആവശ്യമാണ് ഇത്? ഇറ്റ്സ് വെരി ബാഡ്, പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പം ഇതാണ് അവിടെ നടന്ന സംഭവം. ആൻഡ് ഇതിന്റെ പേരിൽ പിടിയും വലിയ ഉണ്ടാവുന്നു, അവിടെ ഭയങ്കര ബഹളം ഉണ്ടാവുന്നു. എന്നിട്ട് അനുമോള് വന്നിട്ട് യോഗട്ട് എടുത്ത് നൂറയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴുകിയിട്ട് അനുമോൾ പോക്കറ്റിൽ വെക്കുമ്പോൾ ആരെയും പോയിട്ട് പോക്കറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. എന്റെ മേലിൽ തുടർന്ന് പറഞ്ഞ അവിടെ ഭയങ്കര ബഹളം ഉണ്ടെന്ന് അനുമോൾ കിടന്ന് അലർന്നുണ്ട്. ഈ പട്ടാകേഴ്സ് എല്ലാവരും കൂടെ ആര്യനെ പെൺകോന്തൻ എന്ന് പറഞ്ഞ് ആര്യനെ കിടന്ന് വിളിക്കുന്നുണ്ട്. അത് ഇന്നലത്തെ സംഭവം മനസ്സിൽ വെച്ചിട്ടാണ് ഇവർ വിളിച്ചത്. ഈ ഒരു സംഭവം മാത്രമല്ല, ഇന്നലത്തെ സംഭവം മനസ്സിൽ വെച്ച് തന്നെയാണ് ഇവർ വിളിച്ചത്, അത് വേറെ കാര്യം. ആൻഡ് ഇത് ഇന്നലെ സംഭവം സംസാരിച്ചിട്ടുണ്ട്. ഈ മറ്റേ പാലെന്ന് പറഞ്ഞ ആ വിഷയം, ഇതെല്ലാം നൂറ അതിനെ പോയിട്ട് ആര്യം വന്ന് നൂറയുടെ അതിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അത് ഇന്നലെ നമ്മുടെ VV+ കണ്ടതാണ്. അങ്ങനെ പിടിച്ച് വലിയ സമ്മതിക്കുന്നില്ല. ആൻഡ് ഇതിനിടയ്ക്ക് അനുമോളെ വാപ്പേനെ അക്ബറും വിളിക്കുന്നുണ്ട്, അക്ബറിന്റെ വാപ്പേനെ തിരിച്ച് അനുമോളും വിളിക്കുന്നുണ്ട്. സമാസമം ഇത് അനീഷ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അനീഷ് പറയണം അക്ബറിന്റെ ഭാഗത്ത് തെറ്റെന്ന് പറയാണ്. അവിടെ സമാസമോണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അനുമോളെ അക്ബറും വിളിച്ചു, അനുമോൾ തിരിച്ച് അക്ബറിനെ വിളിച്ചു, തീർന്നു. ആൻഡ് ഇതിനുശേഷം ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇവർക്ക് ഡ്രാഗൺ ഫ്രൂട്ട്, അതായത് ജിയോ ഹോട്ട്സ്റ്റാർ ഇവർക്ക് എന്ത് കഴിക്കണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതനുസരിച്ച് ഇവർക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൊടുക്കുകയാണ്. ഈ സമയത്താണ് ഇതിനിടയ്ക്ക് അനുമോള് പറയുന്നുണ്ട്, ആതിരോട് പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ കഴിച്ച വെസൽ എന്തായാലും ഞാൻ കഴിയില്ല, ഇന്ന് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ആ വെസല് ഞാൻ ഉറപ്പായിട്ടും ഞാൻ കഴിവൂന്ന് പറയാം. ഇതിനുശേഷം ഈ ഇവര് ബോയ്സ് ഉണ്ടാക്കിയ ഉപ്പുമാവ്, അവര് ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവരുണ്ടാക്കിയ ഉപ്പുമാവ് കൊള്ളില്ല, അതായത് ഒട്ടിയിരിക്കുകയാണെന്നാണ് പട്ടാഗേൾസ് പറയുന്നത്. പക്ഷെ അനീഷ് കഴിച്ചു, നമ്മുടെ സാബുമാൻ കഴിച്ചു. അപ്പം ഇവര് ആ ഉപ്പുമാവ് കൊള്ളാന്ന് പറഞ്ഞ് ഇവരും വാദിക്കുന്നുണ്ട്, ഇവര് കൊള്ളില്ല എന്ന് പറഞ്ഞ് ഇവരും വാദിക്കുന്നുണ്ട്. അങ്ങനെ ഗേൾസ് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി താ എന്ന് പറഞ്ഞിട്ട് ആദ്യം പറയുന്നുണ്ട്, കഞ്ഞി ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുമ്പോൾ അനു പോയിട്ട് കഞ്ഞിക്ക് അരിയും നമ്മുടെ നൂറയും അനുവും പോയിട്ട് അരിയും പാരിട്ട് കഞ്ഞി വയ്ക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്.
ഈ സമയത്ത് അനീഷ് പോയിട്ട് ചോദിക്കും, നിങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നില്ലേ? അപ്പൊ അവര് ഗേൾസ് ഫുഡ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ആരും വന്നിട്ട് പിടിയും വലിയും കാര്യങ്ങളും ബഹളവും ഒക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അക്ബറുമായിട്ട് ഒരു വഴക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. നെവിൻ അവിടെ നെവിനും അവിടെ വഴക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. നെവിൻ പിന്നെ വിട്ടിച്ച് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ അവരവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ ഈ സമയത്ത് അനീഷ് പറയുന്നുണ്ട്, അനീഷ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, നിങ്ങൾ മീറ്റിംഗ് വിളിക്കും, നിങ്ങൾ മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങൾ ഷഫിൾ ചെയ്ത് നിങ്ങൾ തീരുമാനം എടുക്കുക, മീറ്റിംഗ് വിളിക്കും, നിങ്ങൾ മീറ്റിംഗ് വിളിക്കുക. അപ്പം ആരും തിരിച്ചു പറയുന്നുണ്ട്, മീറ്റിംഗ് വിളിച്ചാൽ നിങ്ങൾ അലമ്പാക്കൂലേ? അപ്പോൾ അനീഷ് ഓ ശരി ഇപ്പൊ ഞാനായി കുറ്റക്കാരനല്ലേ എന്ന് പറയുമ്പോൾ അനീഷിനെ ഒരു താഴ്ത്തി അടിച്ച് വിടുന്നുണ്ട് ഈ അക്ബറും ആര്യനും കൂടെ. എന്തിനാണോ എന്തോ അനീഷാണെങ്കിൽ മുഖം ഒരുമാതിരി വെച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യമായിട്ടും എന്തിന്റെ ആവശ്യമാണോ എന്തോ. അങ്ങനെ അക്ബർ ആര്യനും കൂടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അക്ബർ ആര്യനും കൂടെ കറക്റ്റ് അങ്ങനെ താത്തി അടിച്ചിടുകയാണ് നമ്മുടെ അനീഷിനെ മുഖം ഒരുമാതിരി വെച്ചോണ്ട് ഇരിപ്പുണ്ട് അവിടെ. ഇനി കൂടുതൽ പറയാൻ വയ്യ, സത്യം മതിയായി. ഈ കിച്ചൺ എപ്പോഴും എന്തോന്നാണ് ഇത്, കിച്ചണിന് വേണ്ടി അടി. ഇത് ആരമില്ലാഞ്ഞിട്ടുള്ള അടിയല്ല, സത്യമായിട്ടും ഇത്രത്തോളം ഫുഡ് ഐറ്റംസ് ആ ഫ്രിഡ്ജിനകത്തുണ്ട്. ഇവര് ഈ 3 ക്യാപ്റ്റന്മാര് എടുക്കാൻ വയ്യാതെ ഇരിക്കുകയാണ്. അവർക്ക് കിച്ചണിൽ പണിയെടുക്കാൻ വയ്യാതെ ഇവര് കിച്ചൺ ക്യാപ്റ്റൻ ഡ്യൂട്ടി വലിയ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി ഏറ്റെടുത്തിട്ട് ഇവർക്ക് പണിയെടുക്കാൻ വയ്യ. നേരാവണ്ണം സമയത്തിന് ഫുഡ് കൊടുക്കാൻ വയ്യ. ഫുഡ് ലേറ്റ് ആയിട്ടുണ്ട്. അനീഷൊക്കെ കിച്ചൺ ക്യാപ്റ്റൻ ആയ സമയത്ത് ഫുഡൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്. ബട്ട് ഓൾവേസ് ഇത് അതിനേക്കാൾ പ്രവർത്തനമാണ് ഇവർ കാണിക്കുന്നത്. എൻ്റെ അമ്മോ, ഞാൻ പറയുകയാണെങ്കിൽ ഇനി കിച്ചൺ പൂട്ടിക്കുക, കിച്ചണിലേക്ക് ഒന്നും കൊടുക്കണ്ട. രാവിലെ ചായ തൊട്ട് ബിഗ് ബോസ് കൊടുക്കുന്ന ഫുഡ്, ഈ ജയിലിലോട്ട് ബിഗ് ബോസ് ഫുഡ് കൊടുക്കൂലേ, അതുപോലെ ബിഗ് ബോസ് കൊടുക്കുന്ന ഫുഡ് മാത്രം ഇവർ കഴിക്കട്ടെ. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. വെറുതെ എന്തിനാണ് കിച്ചണിൽ ഇമാതിരി അടി ഉണ്ടാക്കുന്നത്? ഈ ബിഗ് ബോസ് ജയിലിൽ ഫുഡ് കൊടുക്കില്ല, കഞ്ഞി പയർ, അതുപോലെ ഇവർക്ക് ഫുഡ് കൊടുക്കട്ടെ ഇനി അടുത്ത ഒരാഴ്ചത്തേക്ക്. അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പൊ ടിക്കറ്റ് ഫിനാലയുടെ 7ാമത്തെ ടാസ്ക്, കട്ടപ്പണി എന്നുള്ള ടാസ്ക് വരികയാണ്. അപ്പം ഈ സമയത്തൊക്കെ അനുമോള് ട്രാൻസ്ലേറ്റ് വായിക്കുമ്പം ഷാനവാസിന്റെ ഹെൽത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പോയി ചോദിക്കണം. അന്ന് എപ്പിസോഡിൽ കാണിച്ചില്ല, ലൈവ് കണ്ടവർക്ക് അറിയാം. അതുമാത്രമല്ല അനീഷ് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസിന്റെ ഹെൽത്ത് എങ്ങനെയുണ്ട് ബിഗ് ബോസ് എന്ന് അനീഷും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അനുമോൾ ചോദിച്ചപ്പം ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് എന്ന് അനുമോളോട് ബിഗ് ബോസ് പറയാണ്. അങ്ങനെ ടാസ്ക് തുടങ്ങി. അതായത് ഒരു സ്ലൈഡറിൽ നമ്മുടെ തളികഷ്ണം നെറ്റിലിടുക, ഇതിന് ശേഷം സ്ലൈഡ് ചെയ്ത് നെറ്റിലിടുക. ഇതിന് ശേഷം ഒരു തടി കഷ്ണമുണ്ട്, നീളം സ്കെയിലുള്ള തടി കഷ്ണത്തിന്റെ അറ്റത്തായിട്ട് ഇതിങ്ങനെ അടുക്കി വെക്കുക. തടി കഷ്ണങ്ങൾ അടുക്കി വെച്ചതിന് ശേഷം ഒരു എന്തോ ഇങ്ങനെ ആടില്ലേ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതിന്റെ അറ്റത്ത് നിന്ന് അതിലൂടെ നടന്ന് ഇങ്ങനെ ഇരിക്കില്ല. അപ്പൊ ഇതിലൂടെ നടന്നു കയറുമ്പം അപ്പുറത്ത് ഇറങ്ങുക, എന്നിട്ട് ഇറങ്ങിയിട്ട് പോയിട്ട് അവിടുത്തെ ഒരു ബാസ്ക്കറ്റിനകത്ത് ഇടുക. ഇതാണ് ടാസ്ക്. അപ്പം ഇതിൽ ഫസ്റ്റ് കളിക്കുന്നത് ആരാണ്? ഫസ്റ്റ് കളിക്കുന്നത് എനിക്ക് തോന്നുന്നത് നെവിനാണ് ഫസ്റ്റ് കളിക്കുന്നത്. നെവിന് 1 മിനിറ്റിന് ഇടയ്ക്ക് തന്നെ നെവിൻ ഇടുന്നുണ്ട്. ആൻഡ് പിന്നീട് ഈ ടാസ്ക് എല്ലാവരും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഇവിടെ സാബുമാനാണ്. സാബുമാൻ ഏകദേശം 5 മിനിറ്റോളം എടുത്തു. ആൻഡ് സെക്കൻഡ് അനുമോക്കാണ് സെക്കൻഡ് പോയിന്റ് കിട്ടിയത്. ആൻഡ് അതുപോലെ തന്നെ തേർഡ് വന്നത് തേർഡ് പോയിന്റ് കിട്ടിയത് 3 പോയിന്റ് കിട്ടിയത് ആദിലയ്ക്കാണ്. പിന്നെ 4 പോയിന്റ് കിട്ടിയത് ആര്യനാണ്. ആര്യൻ പക്ക ഫൗളാണ് ഗെയിം കളിച്ചത്. ആര്യൻ ഈ എപ്പിസോഡിൽ കണ്ട കാര്യമാണ് പറയുന്നത്. അതായത് ഒരുപാട് പ്രാവശ്യം വാർണിംഗ് കിട്ടി. ആര്യൻ നന്നായിട്ട് ഫൗളായിട്ടാണ് ഗെയിം കളിച്ചത്. ഇത് ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. 5 പോയിന്റ് അക്ബറിനും 6 പോയിന്റ് അനീഷിനും 7 പോയിന്റ് നെവിനും 8 പോയിന്റ് നൂറയ്ക്കുമാണ് കിട്ടിയത്. അങ്ങനെ നൂറയാണ് ഈ ടാസ്ക് വിജയിക്കുന്നത്. ഇതിന് ശേഷം പട്ടാഗേൾസ് എല്ലാവരും കൂടെ അനുവിന്റെ ബെഡിൽ കൂടിയിട്ട് ക്യാപ്റ്റന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറ്റം ഉള്ളതുകൊണ്ടല്ലേ കുറ്റം പറയുന്നത്. ആൻഡ് ഇതിന് ശേഷം നൂറ എന്ത് ചെയ്യണം, ഷാനവാസ് ഇന്നലത്തെ ഇഷ്യൂവിനെ പറ്റി ഇതിനിടയ്ക്ക് അതായത് നൂറ പറഞ്ഞു, ഞാൻ പണിയെടുത്തില്ലെങ്കിൽ ഫുഡ് തരില്ലെങ്കിൽ ഞാൻ പണിയെടുക്കില്ല എന്നാണ് നൂറ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഷാനവാസിനെ എടുത്തിട്ട് ഇടയാണ് നൂറ. അങ്ങനെ നെവിൻ കാരണമാണ് ഷാനവാസ് പോയതെന്ന് നൂറ പറയുമ്പം നെവിൻ ആര്യനും കൂടെ ചാടിക്കൂടി നൂറയ്ക്കെതിരെ സംസാരിക്കുകയാണ്. നെവിൻ കാരണമല്ല ഷാനവാസ് സുഖമില്ലാതെ പോയത്, അയാളെ ഹാർട്ട് പേഷ്യന്റ് ആണെന്നാണ് ആര്യം പറയുന്നത്. ഇന്നലെ ഇയാൾ വീണപ്പം ഇരുന്ന് ഷാനവാസ് വീണതിനെ കളിയാക്കി ചിരിച്ചാണ് ആര്യൻ. അവന്റെ ആര്യൻ്റെ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി, അത് വേറെ കാര്യം.
ആൻഡ് ഇതിനുശേഷം വെസൽ ക്ലീനിങ്, അതായത് ഞാൻ അക്ബറിന്റെ അടുത്ത് ആര്യം പോയിട്ട് പറയുന്നു, ഞാൻ കുറച്ച് ഓഫീസൊക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ വെസൽ ക്ലീൻ ചെയ്യും, വേറെ പണിയൊന്നും എടുക്കണ്ട എന്ന് അതിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ വെസൽ ക്ലീൻ ചെയ്യുന്നില്ല. നോക്കിയപ്പം അനു ആദിലയും കൂടെ വെസൽ ക്ലീൻ ചെയ്യുകയാണ്. നമ്മൾ പണിയെടുക്കേണ്ട, നമ്മൾ ഉമ്മാരെ പേടിച്ചിട്ടല്ല, എന്നാലും നമ്മൾ പണിയെടുക്കണം എന്ന് വിചാരിച്ചാൽ അനു ആദിലയും കൂടെ വെസൽ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ടിക്കറ്റ് ഫിനാലയുടെ 6ാമത്തെ ടാസ്ക്കാണ് ഉല്ലാസയാത്ര. അതായത് നമ്മുടെ സീസൺ 5 ആ കാർ ടാസ്ക് ആണ്, സെയിം കാർ ടാസ്ക് ആണ്. ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മ കാണുമായിരിക്കും. ശോഭ നിറഞ്ഞു കളിച്ച ഒരു ടാസ്ക് ആണിത്. ശോഭ വിൻ ചെയ്ത ടാസ്ക് ആണിത്. നന്നായിട്ട് അതായത് ഡ്രൈവറിന്റെ സീറ്റിൽ കയറി ഇരുന്ന് ശോഭനെ റനീഷയൊക്കെ നന്നായിട്ട് പുറത്താക്കാൻ നോക്കിയ ടാസ്ക് ആണ്. അതിനിടയ്ക്ക് അഖിൽമാരെ പ്രൊവോക്ക് ചെയ്യാനൊക്കെ നോക്കിയ ടാസ്ക് ആയിരുന്നു. അത് കണ്ടവർക്ക് അറിയാം. പക്ഷെ ഇപ്പൊ ഇവര് കളിച്ച ടാസ്കിനേക്കാൾ ബെറ്റർ അതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പറയാതിരിക്കാൻ പറ്റൂല. ഇനിയിപ്പോ നാളെ റീൽസ് ഒക്കെ വരും. ആ ഒരു ടാസ്ക് അത് അടിപൊളി ടാസ്ക് ആയിരുന്നു. അത് വെച്ച് സീസൺ 5 ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 6 പോറായിരുന്നെങ്കിൽ ആ ഒരു ടാസ്ക് നല്ലൊരു ടാസ്ക് ആയിരുന്നു. ഇവര് കാറിന്റെ ഇടയ്ക്ക് പ്രൊവോക്കിങ് കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാരണം ശോഭ രാത്രി വരെ ഇരുന്നിട്ട് ശോഭ പിന്നെ കാറിൽ നിന്നേ ഇറങ്ങുന്നില്ല. ശോഭ ഇറങ്ങുമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള ശോഭ പിന്നെ വിൻ ചെയ്തിട്ട് പോലും കാറിൽ നിന്ന് ഇറങ്ങിയില്ല. പക്ഷെ അത്ര നല്ലൊരു രസമായിരുന്നു. പക്ഷെ ഇത് അത്ര രസമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കയറിയപ്പോ മുതലേ നൂറയും ആര്യനും കൂടെ എന്ത് ചെയ്യണം, അതായത് അനീഷ് ഇരിക്കുന്നത് ഈ ഡ്രൈവറുടെ സീറ്റിലാണ്. അപ്പൊ അനീഷിന് ടാസ്ക് അറിയാം, ഈ ടാസ്ക് അനീഷിന് അറിയാം എങ്ങനെയാണെന്ന്. അനീഷ് ഇരിക്കുന്ന ഡ്രൈവറുടെ സീറ്റിലാണ്. അങ്ങനെ അനീഷിന് ആര്യനും നൂറയും, എസ്പെഷ്യലി നൂറയും ആര്യനും നൂറയും കൂടെ എന്ത് ചെയ്യാണ്, പുറത്താക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് തെറ്റാണ്, ഇത് ചെയ്യരുത്, ഞാൻ പുറത്താക്കാൻ നോക്കൂല, തെറ്റാണെന്ന്. പിന്നെ ഇതിനിടയ്ക്ക് ആദ്യം കാർ ഡോർ തുറക്കുന്നു, അനീഷ് അടയ്ക്കുന്നു, കാറിന്റെ ഡോർ തുറക്കുന്നു, അനീഷ് അടയ്ക്കുന്നു, കാറിന്റെ ഡോർ തുറക്കുന്നു, അനീഷ് അടയ്ക്കുന്നു. ഇങ്ങനെ തുറന്നും അടച്ചും കൂടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് എന്ത് ചെയ്യാണ്, ഈ സമയത്ത് നെവിനാണെങ്കിൽ ഉന്തിത്തള്ളി നെവിൻ ഇറങ്ങി പോകുന്നുണ്ട്. നെവിൻ പോയിട്ട് അനിമോളെ ബെഡിൽ നിന്ന് യോഗട്ടൊക്കെ എടുത്ത് അനിമോളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഈ യോഗട്ട് നെവിൻ തന്നെ കഴിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം സാബുമാൻ ഇറങ്ങി പോവുകയാണ്. സാബുമാൻ ഇറങ്ങിപ്പോയതിനു ശേഷം ഇതിനിടയ്ക്ക് നെവിനാണ് ഈ അനീഷിനെ ശല്യം ചെയ്തത് അനിമോള് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അനീഷിനെ ശല്യം ചെയ്യുന്ന അനിമോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ പുറത്താണെങ്കിൽ അനിമോളിന്റെ PR-ഉം അനീഷിന്റെ PR-ഉം തമ്മിലടിയാണ്. അത് വേറെ കാര്യം, പറയാതിരിക്കാൻ പറ്റൂല. ആൻഡ് അങ്ങനെ നെവിൻ ഔട്ടായി. ഇതിനുശേഷം സാബുമാൻ ഔട്ടായി. ഇതിനുശേഷം ആര്യനും അക്ബറും കൂടെ അനിമോളെ ഇട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അനിമോൾ അതിലൊന്നും അനിമോൾ തിരിച്ച് വൃത്തി പറയുന്നതുകൊണ്ട് അനിമോൾ കുലുങ്ങുന്നില്ല. ആൻഡ് ഇതിനുശേഷം ആദിൽ ഇറങ്ങി പോകുന്നു. അതിനുശേഷം അനിമോൾ ഇറങ്ങി പോകുന്നു. പക്ഷെ അനിമോളൊക്കെ 8 മണിക്കൂർ സർവൈവ് ചെയ്തു. അനിമോൾ 8 മണിക്കൂർ അതിനകത്ത് സർവൈവ് ചെയ്തിട്ടാണ് ഇറങ്ങി പോകുന്നത്. അനിമോളും ആദിൽ തന്നെ 6 മണിക്കൂർ സർവൈവ് ചെയ്തിട്ടാണ് ആദിൽ ഇറങ്ങുന്നത്. ആൻഡ് ഇതിനുശേഷം അനിമോൾ ഇറങ്ങിയതിന്റെ പുറകെ അനീഷും, അനിമോൾ ഇറങ്ങിയാണ് ഞാനും ഇറങ്ങുന്നു പറഞ്ഞ അനീഷും അനിമോളിന്റെ പുറകെ പോകുന്നുണ്ട്. അക്ബർ പിന്നെ പോകുന്നുണ്ട്. ഇതിനുശേഷം ഇറങ്ങുന്നുണ്ട്. അക്ബറിന് പിന്നെ വയ്യാതായി, സത്യം പറഞ്ഞാൽ അത് ഒരേ ഇരുത്തിരിക്കുമ്പോൾ വയ്യാതാവും. ആൻഡ് ഇതിനുശേഷം നൂറ് ഇറങ്ങി. ആര്യനാണ് ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്യുന്നത്. ആര്യൻ അവിടെ ടിക്കറ്റ് ഫിനാലെ അല്ല, ഈ ടാസ്ക് വിൻ ചെയ്യുന്ന ആര്യനാണ്. ആര്യൻ അവിടെ ഓയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ജയിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളമൊക്കെ വയ്ക്കുന്നുണ്ട്. ഇതിനുശേഷം ആദിലയുടെ നൂറേൻ ടോക്കാണ്. എന്തായാലും ഞാൻ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ 3 ഗേൾസിൽ ആരെങ്കിലും ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അതിൽ സന്തോഷമുണ്ട് എന്ന്. കാരണം ഇവർ എത്രത്തോളം നമ്മളെ ഇവിടെ അധിക്ഷേപിച്ചിട്ടുണ്ടെന്ന് നൂറ പറയുകയാണ്. അങ്ങനെ നൂറ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെ ഈ സീസണിലെ വാശിയേറിയ ടിക്കറ്റ് ഫിനാലെ ടാസ്കും അവസാനിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഫൈനലിസ്റ്റ് ആയിരിക്കുകയാണ് നൂറ. അപ്പം ഇനി അടുത്ത 4 പേര് ടോപ്പ് 5 ആദ്യത്തെ ആളായിരിക്കുകയാണ്. ഇനി അടുത്ത 4 പേര് ആരാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ആഴ്ചത്തെ ഈ ആഴ്ചത്തെ എവിക്ഷൻ കഴിഞ്ഞ് അടുത്ത ആഴ്ചത്തെ എവിക്ഷൻ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരിക്കും. അത് മാത്രമല്ല, നൂറ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത് ഫിനാലിലോട്ട് പോയല്ലോ. ആദില് പണപ്പെട്ടി എടുക്കൂലേ? പ്ലാൻ ഇല്ലേ ഇവർക്ക്? ആദിലേക്കും നൂറയ്ക്കും ഫിനാലിൽ നൂറ എത്തുകയാണെങ്കിൽ, ആദിലെ ബേബി എത്തുകയാണെങ്കിൽ ഞാൻ പണപ്പെട്ടി എടുക്കും എന്ന് പ്ലാൻ ചെയ്ത ഓർമ്മയില്ലേ? ആദിലെ പണപ്പെട്ടി എടുക്കുമോ? അടുത്ത ആഴ്ച പണപ്പെട്ടി വെക്കുമോ? അതോ ഇനി ഫിനാലയിലായിരിക്കും പണപ്പെട്ടി വെക്കുന്നേ? അതും പോരാനായിട്ട് പണപ്പെട്ടിയിൽ ബിഗ് ബോസിന്റെ 7ന്റെ പണിയാണോ? ഇനി എല്ലാവരും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് പണപ്പെട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും. ഞാൻ പറയുന്നു, ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് പണപ്പെട്ടിക്ക് വേണ്ടിയിട്ടാണ്. പണപ്പെട്ടി ആരെടുക്കും എന്നത് ആകാംക്ഷയോടെ നോക്കാനായിരിക്കും ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം കപ്പ് ആരടിക്കും എന്നത് വെയിറ്റ് ചെയ്യാനായിരിക്കും.
പണപ്പെട്ടി ആരടിക്കും? എനിക്ക് തോന്നുന്നത് ഈ പണപ്പെട്ടിയിൽ ഒരു 7ന്റെ പണി വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാത്തിലും 7ന്റെ പണി വെച്ചിട്ടുണ്ടല്ലോ ബിഗ് ബോസ്. ഫാമിലി വീക്കിലി 7ന്റെ പണി, ഇന്നത്തെ ക്യാപ്റ്റൻസിയിൽ 7ന്റെ പണി. അപ്പൊ പണപ്പെട്ടിയിൽ എന്തുകൊണ്ട് 7ന്റെ പണി വെച്ചുകൂടാ? 7ന്റെ പണി വേണം. പക്ഷെ ആ തമിഴ് സീസൺ 8 കൊടുത്തപോലെ ട്രഷർ ഹണ്ട് കോമ്പറ്റീഷൻ ഒന്നും വെക്കരുത് ദയവ്. അത് മഹാ അലമ്പായിരുന്നു. അയ്യോ, ജാക്ലിന്റെ എവിക്ഷൻ എല്ലാവരും നെഞ്ചത്തടിച്ച് കരയായിരിക്കും വിചാരിച്ചപ്പം സത്യയും ജെഫ്രിയും കൂടി ചിരിച്ചു. അത് തമിഴ് കണ്ടവർക്ക് അറിയായിരിക്കും. അതുകൊണ്ട് ട്രഷർ ഹണ്ട് പോലത്തെ ഒരു 7ന്റെ പണി വെക്കല്. അല്ലാതെ എന്തെങ്കിലും നൈസായിട്ടൊരു 7ന്റെ പണി ഈ പണപ്പെട്ടിയിൽ വെക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ എനിവേ നമുക്ക് നോക്കാം ആരായിരിക്കും പണപ്പെട്ടി എടുക്കുന്നതെന്ന്. അപ്പം ഫൈനൽ റിസൾട്ട് ഇതാണ്. നൂറ 56 പോയിന്റുമായിട്ട് ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തു. ആര്യന് 51 പോയിന്റ് ആണ്, അക്ബറിന് 45 പോയിന്റ് ആണ്, നെവിന് 40 പോയിന്റ്, അനുവിന് 54 പോയിന്റ്, അനുവിന് 34 പോയിന്റ്, അനീഷിന് 34 പോയിന്റ്. അനുമോക്കും അനീഷിനും സെയിം പോയിന്റ് ആണ്. സാബുവിന് 27 പോയിന്റ്, ആദിലേക്ക് 25 പോയിന്റ് ആൻഡ് ഷാനവാസ് ഗെയിം കളിക്കുന്നത്. അപ്പൊ 13 പോയിന്റ് ആണ് ഷാനവാസിന് ഉള്ളത്. നൂറയാണ് വിൻ ചെയ്തത്. എല്ലാവരും നന്നായിട്ട് തന്നെ ടിക്കറ്റ് ഫിനാലെ കളിച്ചത്. ഇനി എല്ലാരെയും കണ്ട് നാളത്തെ ലാലേട്ടന്റെ എപ്പിസോഡിന് വേണ്ടിയിട്ടാണ്. നാളെ ലാലേട്ടൻ നെവിൻ എന്തു പറയും? തല്ലുമോ, തലോടുമോ, ശകാരിക്കുമോ, താരാട്ട് പാടുമോ? നോക്കാം നമുക്ക്. എന്തായാലും അക്ബറിന് മിക്കവാറും വെള്ളം പൂശാൻ ശ്രമിക്കുകയായിരിക്കും. കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല. നോക്കാം നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നത് നോക്കാം. ഈ നാളത്തെ ലാലേട്ടന്റെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. പ്രമോക്കൊക്കെ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ലാലേട്ടൻ എന്തായിരിക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? മാത്രമല്ല ഷാനവാസിന്റെ കാര്യവും അറിയണം. അത് ലാലേട്ടൻ നാളെ പറയും. നമുക്ക് നോക്കാം എന്തായിരിക്കും നടക്കുന്നതെന്ന്. സോ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരും വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ബിഗ് ബോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ടും താഴെ വന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ടാറ്റ, താങ്ക് യു.